ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അതിൽ ഒന്നാമത്തെ ഇൻഡിക്കേറ്ററാണ് മൂവിങ് ആവറേജ്. മൂവിങ് ആവറേജിനെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞു. അതിൽ മൂവിങ് ആവറേജ് 200 എന്നുള്ള ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. ഇത് നമ്മളുടെ മാർക്കറ്റ് കണ്ടീഷൻ, മാർക്കറ്റ് ബുള്ളിഷ് ആണോ അതോ ബീറിഷ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. 200 ദിവസത്തെ മൂവിങ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഡേ ടൈം ഫ്രെയിമിൽ മൂവിങ് ആവറേജ് 200 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ചാർട്ടിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, മൂവിങ് ആവറേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, റേഷ്യോ 200 ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൈസ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്, കാൻഡിൽസ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മൂവിങ് ആവറേജ് 200-ന് താഴെയാണ്. അത് സൂചിപ്പിക്കുന്നത് നമ്മളൊരു ബിയറിഷ് ആയിട്ടുള്ള മാർക്കറ്റിലാണെന്നാണ്. പ്രൈസ് എപ്പോഴാണോ മൂവിങ് ആവറേജ് 200-ന് മുകളിൽ ക്ലോസ് ആവുന്നത്, മൂവ് ആവുന്നത്, ആ ഒരു സമയത്ത് നമ്മളൊരു ബുള്ളിഷ് മാർക്കറ്റിലാണെന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് RSI എന്നുള്ള ഇൻഡിക്കേറ്ററാണ്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾ RSI എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്നാണ് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പേര്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ ആഡാവും. 14 ദിവസത്തെ പീരീഡാണ് നമ്മളിതിൽ നോക്കുന്നത്. ഇതിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സിൽ അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് കോയിൻ്റെ ഓവർ ബ്രോട്ട് ആൻഡ് ഓവർ സോൾഡ് കണ്ടീഷനെ പറ്റിയിട്ട് ഐഡിയാസ് കിട്ടുന്നു. ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ RSI ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. RSI ഇൻഡിക്കേറ്റർ ബിലോ 30 ആണെന്നുണ്ടെങ്കിൽ ഓവർ സോൾഡ് കണ്ടീഷനായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം, അതായത് അണ്ടർ വാല്യൂ ആയിട്ട് കണക്കാക്കാം. ബിലോ 30 ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ബിലോ 30 ആയിരുന്നു. അതൊരു ഓവർ സോൾഡ് കണ്ടീഷൻ, അണ്ടർ വാല്യൂ ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് കണക്കാക്കാം. നമുക്ക് അവിടെ ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ RSI എബോവ് 70 ആണെന്നുണ്ടെങ്കിൽ, RSI എബോവ് 70 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, RSI എബോവ് 70 ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഓവർ ബ്രോഡ് കണ്ടീഷനായിട്ട് കണക്കാക്കാം. അതായത് കൂടുതലായിട്ട് ആളുകൾ ബൈ ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് അതിനെ കണക്കാക്കാം. സോ അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ബോളർ ബാൻഡ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. നിങ്ങൾ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിൽ വന്ന് ബോളർ ബാൻഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ബോളർ ബാൻഡ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നതും ഈ പറഞ്ഞ ഓവർ ബ്രോട്ട് ആൻഡ് ഓവർ സോൾഡ് കണ്ടീഷൻ കണ്ടെത്താൻ സഹായിക്കുന്നു. അതായത് അതിൻ്റെ ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അത് നമുക്ക് കാണിച്ചു തരുന്നു. സപ്പോർട്ട് എൻട്രി ആൻഡ് റെസിസ്റ്റൻസ് എക്സിറ്റ് എല്ലാം തന്നെ ഇത് കാണിച്ചു തരുന്നു. ഒരു ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് മൂവ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ചാർട്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സപ്പോർട്ട് ഏരിയ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയാസ് ഇത് കാണിച്ചു തരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ആവേണ്ടതും എൻട്രി എടുക്കേണ്ടതുമായിട്ടുള്ള പോയിൻറ്റുകൾ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നതാണ്.